मुझे सुनो गृह मंत्री जी, मुझे सुनो ना, पहले बैठ जाओ प्लीज। गृह मंत्री जी, विधेयक को पुनर्स्थापित किया जाए। 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നാൽ പ്രധാനമന്ത്രി മുതൽ മന്ത്രിമാർക്ക് വരെ പദവി നഷ്ടമാകുമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചു. भारत के संविधान का संशोधन करने वाले विधेयक को पुनर्स्थापित करने की अनुमति दी जाए। महोदय, मैं प्रस्ताव करता हूं कि जम्मू कश्मीर पुनर्गठन अधिनियम 2019 का संशोधन करने वाले विधेयक को पुनर्स्थापित करने की अनुमति दी जाए। महोदय, मैं प्रस्ताव करता हूं कि संघ राज्य क्षेत्र शासन अधिनियम 1963 का संशोधन करने वाले विधेयक को पुनर्स्थापित करने की मंजूरी दी जाए. പ്രതിപക്ഷത്തിന്റെ ശക്തമായ ബഹളത്തിനു നടുവിലായിരുന്നു ബിൽ അവതരണം. പിന്നീട് ബില്ല് പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. ഉറക്കെ മുദ്രാവാക്യം വിളിച്ചും ബിൽ കീറിയെറിഞ്ഞുമായിരുന്നു പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം. ബിൽ അവതരണത്തിന് പിന്നാലെ നാടകീയ രംഗങ്ങളാണ് ലോക്സഭയിൽ അരങ്ങേറിയത്. കയ്യാങ്കളി വരെ എത്തി കാര്യങ്ങൾ. ബഹളത്തെ തുടർന്ന് പലകുടി നിർത്തിവെച്ച ലോക്സഭ പിന്നീട് ഇന്നത്തേക്ക് പിരിഞ്ഞു. കയ്യാങ്കളി നടന്ന സാഹചര്യത്തിൽ 50ഓളം മാർഷൽമാരെ നിരത്തിയാണ് അമിത്ഷാ ബിൽ അവതരണം പൂർത്തിയാക്കിയത്. ബിൽ അവതരിപ്പിച്ചതിനു ശേഷം ഇരുപക്ഷവും സ്പീക്കർക്ക് പരാതിയും നൽകി. അമിത്ഷായെ ആക്രമിച്ചെന്നാണ് BJPയുടെ പരാതി. വനിതാ MP നിതാലി ബാഗിനെ കേന്ദ്രമന്ത്രി രവനീത് വിട്ട് മുറിവേൽപ്പിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസും പരാതി നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷം പേപ്പറിനുള്ളിൽ കല്ല് പൊതിഞ്ഞുകൊണ്ടുവന്നെന്നും BJPക്ക് ആക്ഷേപമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ബഹളത്തിനിടെയാണ് ബില്ല് പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ പരിഗണനയ്ക്ക് വിട്ടതും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതും. ചോദ്യശരങ്ങളാണ് വിവാദ ബില്ലിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം സർക്കാരിനോട് ഉന്നയിച്ചത്. സർക്കാരിന് നേരെ പ്രതിപക്ഷത്തിന്റെ ചോദ്യശരങ്ങളായിരുന്നു ബില്ലിനെ എതിർത്തുകൊണ്ടുണ്ടായത്. ഗുജറാത്തിൽ അമിത്ഷാ അറസ്റ്റിലായിരുന്നുവെന്നും അന്ന് ധാർമ്മികത വിഷയമല്ലായിരുന്നുവെന്നും അമിത്ഷായോട് KC വേണുഗോപാൽ ചോദിച്ചു. കേസെടുത്തപ്പോൾ രാജിവെച്ചെന്നും കുറ്റവിമുക്തനാക്കും വരെ ഒരു പദവിയും ഏറ്റെടുത്തില്ലെന്നും അമിത്ഷായുടെ മറുപടി. ബില്ലിന്റെ പകർപ്പ് അംഗങ്ങൾക്ക് നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ NK പ്രേമചന്ദ്രൻ MP എന്തിനാണ് അനാവശ്യ തീർക്കുമെന്നും ചോദിച്ചു. I strongly oppose the bill, 130th constitutional amendment bill, as well as the other 2 bills I strongly oppose on 4 grounds. So the first ground is the bills are to be introduced according to the rules and procedure of the House. The bill is not circulated among the members. Yesterday after 1 o'clock we have received the copy of the bill, and I would like to know from the Honourable Minister, what is the undue haste and urgency in bringing such a constitutional amendment bill? What is the emergent need of having such a bill? That means the introduction of the bill itself is lacking bona fides. The bill is lacking bona fides. That is why I would like to say that this is with a mala fide intention to destabilize the opposition ruled states in various parts of the country. Number 1. ഇതിന് മറുപടിയായാണ് JPCക്ക് ബില്ല് വിടുന്ന കാര്യം അമിത്ഷാ പറഞ്ഞത്. അപ്പോഴും എതിർക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും അംഗങ്ങൾക്ക് അവകാശമുണ്ടെന്ന് NK പ്രേമചന്ദ്രൻ ഓർമ്മിപ്പിച്ചു. I do agree with the Honourable Minister, but at the same time, the members are having the right to oppose the bill at the time of introduction. This is the legitimate constitutional right of each and every member to oppose the bill at the time of introduction of the bill. That is being contained to say. പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണിതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർക്കുന്നതാണ് ബില്ലെന്ന് KC വേണുഗോപാലും ചൂണ്ടിക്കാട്ടി. This bill is to sabotage the federal system of this country. This bill is to sabotage the basic principle of the constitution of this country. Sir, BJP people are telling this bill is to bring morality in politics. Can I ask a question to the Honourable Home Minister? When he was the Home Minister of Gujarat, he had been arrested, sir. Whether he took the morality of that point of time,
मुझे सुनो मुझे सुनो ना, पहले बैठ जाओ പ്രധാനമന്ത്രിയെ ആര് അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ബില്ലിനെ എതിർത്തുകൊണ്ട് അസദുദ്ദീൻ ഒവൈസി ചോദിച്ചത്. Gestapo, when Gestapo was found in Germany, this government is hell-bent on creating a police state. This will be a death knell and leash an elected government, sir. Indian constitution is being amended to turn this country into a police state. BNS 152, the Home Minister promised in this house that sedition would not be used. Section 316, Section 9 of BNS, PMLA Section 4, all these can be used to destabilize an elected government, sir. That is why I oppose the introduction of all these three bills. This is nothing but creating a Gestapo to ensure that our democracy does not survive. And may I tell the Honorable Home Minister, despite his promise on BNS 152 has been used against a senior journalist, Siddharth Vardhan, Assam also. That is why I oppose this introduction of three bills, sir. Thank you. രാജ്യത്ത് പോലീസ് രാജ് നടപ്പിലാക്കാനാണ് BJP ആഗ്രഹിക്കുന്നത്. അധികാരം ശാശ്വതമല്ലെന്ന് മറക്കരുതെന്നും BJP ഒവൈസി ഓർമ്മിപ്പിച്ചു. Subscribe to One India and never miss an update.